എന്ന് അറിയുന്ന അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ആരും പോയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് പപ്പ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു, സർജറി കഴിഞ്ഞ് അന്ന് രാവിലെയാണ് കൊണ്ടുവന്നത്. എൻ്റെ ഹസ്ബൻഡ് ലിബു, പിന്നെ ഞങ്ങളുടെ തന്നെ കസിൻ ഒരു ബിബിൻ, ഷിബു എന്ന് പറഞ്ഞൊരു അതും ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. അപ്പാപ്പി. അവർ 3 പേരുമാണ്. പിന്നെ കിച്ചു, ഇവർ 3 പേരുമാണ് കാറിലുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് മൊത്തം അവരുടെ പള്ളിക്കാരാണ്. അപ്പോൾ പള്ളിക്കാർ അവരുടെ വണ്ടി നിർത്തിയിട്ട് അവരുടെ തിരുമേനി, ബിഷപ്പ് അവരെല്ലാം ഉണ്ടായിരുന്നു, അച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ഫുഡ് കഴിക്കാതെ എങ്ങാണ്ട് എന്തോ പ്രോഗ്രാമിന് പോയിട്ട് വന്നു. അവർ അത്രയും പേര് ഫുഡ് കഴിച്ച് ഹോട്ടലിൽ കയറി. എൻ്റെ ഹസ്ബൻഡും ബിബിൻ, ഷിബു പാപ്പി, കിച്ചു ഇത്രയും പേര് ഒരു വെള്ളം പോലും കുടിക്കാതെ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കിച്ചു വന്നിട്ട് ഇങ്ങനെയല്ലല്ലോ അമ്മച്ചി പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന കെട്ടിയവനും കൂടെ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മൂക്കുമുട്ട വലിച്ചു വാരി തിന്നു എന്നിട്ട് അടിച്ചു പൊളിച്ചാണ് പോയത് എന്നല്ലേ പറഞ്ഞത്? കിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ അവന് കൊടുത്ത വീട്ടിൽ അട്ടിപ്പേറി കിടക്കുമ്പോൾ എങ്ങനെ പറ്റുന്നു? കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ആ നിമിഷം ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോവായിരുന്നു. പോയോ? ഇല്ല, ഇപ്പോഴും ആ വീട്ടിൽ അട്ടിപ്പേറി അങ്ങ് കിടക്കുക. ആ ചെറുക്കൻ അവകാശപ്പെട്ട വീട്ടിൽ വാടക പോലും കൊടുക്കാതെ ഉളുപ്പില്ലാതെ കയറി താമസിക്കണം. പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ ഉള്ളത്. അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നത്തില്ല. കാരണം ഒരു പണിയെ എടുക്കാതെ കണ്ടവൻ കൊണ്ടുവരുന്ന പൈസക്ക് കണ്ടവൻ കൊണ്ടുവരുന്ന സാധനത്തിൽ തിന്ന് ശീലിച്ചു പോയി. മേലനങ്ങി പണിയെടുക്കാൻ വയ്യ. മേലനങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ പിത്തളകി പോവല്ലോ, പിത്തം. ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം സഹോദരങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. കടമയോ? എന്ത് തേങ്ങാക്കൊലയുടെ കടമ? നിങ്ങളെന്തോ സുധിയുടെ പെങ്ങളോ? സുധി വന്നിട്ട് നിങ്ങളോട് കടമ കാണിച്ച് നിങ്ങളെ കെട്ടിപ്പോറ്റി തീറ്റിക്കാൻ വേണ്ടിയിട്ട് പണിക്കും പോവാതെ ആ മനുഷ്യനുള്ള കടം മൊത്തം ഉണ്ടാവാൻ കാരണം നിങ്ങളാണെന്നുള്ളത് കിച്ചു വന്ന ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പണിക്കും ആ വീട്ടിൽ ഒരെണ്ണവും പോകത്തില്ല. ആകെ പണിക്ക് പൊക്കോണ്ടിരുന്ന ആ സുധിയാണ്. അതിൻ്റെ ചെലവിൽ ഒരു ഉളുപ്പില്ല. അത് തിന്ന് ജീവിച്ചു ഇത്രയും കാലം. കടമയാണ് പോലും. നിങ്ങളുടെ തന്ത എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടല്ലോ, തങ്കച്ചൻ എന്ത് കടമയാണോ കാണിച്ചത്? അങ്ങേർക്കില്ലാതെ എന്ത് കടമയാണ് അനിയത്തിയുടെ ഭർത്താവായ സുധിക്ക് നിങ്ങളോട് വരുന്നത്? നിങ്ങളെന്താ സുധിയുടെ ചോരയോ അല്ലെങ്കിൽ സുധിയുടെ ചോരയിലുണ്ടായ പെങ്ങളോ നിങ്ങളെ തീറ്റി പോറ്റാൻ? അല്ല, ഈ കടമ നിങ്ങൾ തിരിച്ച് കാണിച്ചായിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ കടമ. എനിക്ക് മനസ്സിലാവാത്ത എന്ത് കടമയാണെന്നാ? നിങ്ങളെന്താ സുധിയുടെ ഭാര്യയോ അതോ പെങ്ങളോ അതോ അമ്മയോ? നിങ്ങളോട് നിങ്ങളുടെ കെട്ടിയോനോടൊക്കെ കടമ കാണിക്കാൻ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? കടമയായിരുന്നു പോലും. ഒരു പണിക്കും പോവാതെ ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് സുധി വന്ന് പൈസ തരേണ്ട എന്ത് കടമയാണ് നിങ്ങളോട് ആ മനുഷ്യന് ഉണ്ടായിരുന്നത്? അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാമോ? നിങ്ങളുടെ പെങ്ങളെ കെട്ടിയതിൻ്റെ അനിയത്തിനെ കെട്ടിയതിൻ്റെ കടമയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടുകാർ കിച്ചുവിൻ്റെ അനിയനും ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്നുണ്ടല്ലോ. ഇറങ്ങിപ്പൊക്കൂടെ? കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പൊക്കൂടെ? പോയ വാടക കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും, പണിക്ക് പോകേണ്ടി വരും. അതുകൊണ്ടായിരിക്കും അല്ലേ കുറച്ച് നാൾ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അപ്പുറത്തൊരു വീടെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ എവിടെയാണ് താമസം, ഞങ്ങൾ അവിടെ ഇല്ല താമസം, ഞങ്ങൾ അങ്ങോട്ട് വല്ലപ്പോഴൊക്കെ പോകാറേ ഉള്ളൂ. ആ ചെറുക്കൻ ഒരു ഹോം ടൂർ നടത്തിയ വീഡിയോ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ ചെറുക്കന് അവകാശപ്പെട്ട വീട്ടിൽ അട്ടിപ്പേറി കിടന്നിട്ട് ആ ചെറുക്കൻ വന്നപ്പം റൂമിൽ കയറി കിടക്കുന്ന ഒരു കിടത്തം ആ ചെറുക്കൻ വ്യക്തമായിട്ട് നാട്ടുകാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ കെട്ടിയോൻ എന്ന് പറയുന്ന അലവലാതി കുറച്ചെങ്കിലും ഉളുപ്പും അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങിപ്പോതള്ളേ. സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ പോയി വല്ല വാടകയ്ക്ക് നിൽക്ക്. അല്ലാതെ വാടക ലാഭിക്കാൻ വേണ്ടിയിട്ട് ആർക്കോ അവകാശപ്പെട്ട വീട്ടിൽ അട്ടിപ്പേറി കിടക്കുമല്ല വേണ്ടത്. കുറേ കാലമായില്ലേ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പോകത്തില്ല. ഇവർക്ക് ഉളുപ്പും ഇല്ല, നാണവും ഇല്ല, മാനവും ഇല്ല. ഇത്രയും കാലം സുധിയുടെ ചെലവിൽ ജീവിച്ചു. ഇപ്പം രേണു സുധി കൊണ്ടുവരുന്നുണ്ട്, അതിലങ്ങ് ജീവിക്കുക. പണിക്ക് പോകത്തില്ല. പണിക്ക് പോയി കഴിഞ്ഞാൽ പിത്ത ഇളകി പോവരുടെയൊക്കെ കഷ്ടം.